വയനാട് സ്ഥിതി എന്താണ്? ആരെങ്കിലും ഒക്കെ പുറത്തേക്ക് പോകാൻ യാത്രകൾക്കായി തയ്യാറെടുത്ത് വന്നിട്ടുണ്ടോ? ജീവനക്കാരെങ്കിലും KSRTC ബസ് ഓടിക്കാൻ തയ്യാറായി കണ്ടക്ടർമാരായി ഒക്കെ വന്നിട്ടുണ്ടോ? മോത്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ ബസ്സുകൾ തടയുന്നില്ല എവിടെയും. ഞാൻ ഇവിടെ കൽപ്പറ്റ KSRTCയിൽ നിന്ന് തന്നെ ഒരു 5 സർവീസുകളെങ്കിലും ഇതുവരെ പോയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി, തിരുവനന്തപുരം, അതുപോലെ അത്രം ദീർഘദൂര പാല തുടങ്ങിയ ദീർഘദൂര ബസ്സുകളൊക്കെ തന്നെ രാവിലെ പോയി. ബസ്സുകളിൽ ആളില്ല. അവസാനമായി കോഴിക്കോടേക്ക് പുറപ്പെട്ട KSRTC ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് സുൽത്താൻ ബത്തേരി കോഴിക്കോട് ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ബസ് സ്റ്റോപ്പിൽ ആളുകൾ അങ്ങനെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളിൽ കാണാനില്ല. അതുകൊണ്ട് തന്നെ തടയുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. വയനാട്ടിൽ പൊതുവെ സമാധാനപരമായി തന്നെ സമരം മുന്നോട്ട് പോകുന്നു. नहीं, मैं नाइट में आया, इधर स्टे किया, बट अब उधर जाकर स्टे किया। मेरे को नाइट में ही पता चला कि पूरा केरला बंद है, क्लोज है। तो मैं मॉर्निंग मेरे को बताया कि आप 7 बजे जा सकते हैं, 8-9 बजे तक वहाँ पर पहुँचकर आप उधर स्टे कर सकते हैं। ठीक है. ഇന്നലെ രാത്രി മാത്രമാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതെന്നാണ് പറയുന്നത്. ആലപ്പുഴയിൽ നിന്നും രഘുനാഥ് ആരാൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഗുഡ് മോർണിംഗ്. ആലപ്പുഴയിൽ സ്ഥിതി എന്താണ്? സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ടോ? ബദൽ സംവിധാനമായി KSRTC നിരന്തരം ഓടും, എല്ലാ റൂട്ടുകളും ഉണ്ടാവും, ജീവനക്കാർ പണിമുടക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് അവസ്ഥ? ആലപ്പുഴയിൽ നിന്നാകെ 2 സർവീസുകൾ മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ. ദീർഘദൂര സർവീസുകളടക്കം കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇന്ന് ചമ്പക്കുളം വള്ളംകളി ആയതുകൊണ്ട് ചമ്പക്കുളത്തേക്കും ചങ്ങനാശ്ശേരിയിലേക്കുമൊക്കെ പ്രത്യേക സർവീസ് നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ചേട്ടാ, എവിടെ പോകാൻ വന്നാ? അറിഞ്ഞില്ലായിരുന്നോ പണിമുടക്കാന്ന്? അല്ല, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇതുവരെ ഉള്ളായിരുന്നു വണ്ടി അവിടെ നിന്ന്. ഇവിടെ നിന്ന് വേറെ വണ്ടി വിളിച്ച് പോകാൻ. തിരുവനന്തപുരത്താണോ വീട്? ആറ്റിങ്ങൽ. ഇവിടെ ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞു? വണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ചില ആളുകളെങ്കിലും ഇത്തരത്തിൽ ദീർഘദൂര യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് പെടുന്ന ആളുകളുണ്ട്. പൊതുവേ ഇവിടെ സമാധാനപരമാണ്. KSRTC ജീവനക്കാർ ഒക്കെ എത്തിയിട്ടുണ്ട്. ഇവരെ വിളിച്ചു വരുത്തിയതാണെന്നാണ് അവർ പറയുന്നത്. കാരണം ചമ്പക്കുളം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചമ്പക്കുളം ജലോത്സവം ഒക്കെ ഉള്ളതുകൊണ്ട് ചേട്ടാ ഇന്ന് സർവീസ് ഉണ്ടാവുമോ? ഇന്ന് സർവീസ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇന്ന് ഞങ്ങളെ വിളിച്ചു വരുത്തിയായിരുന്നു, പക്ഷേ സർവീസ് ഒന്നും പോകുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. ഈ ചമ്പക്കുളത്തൊക്കെ ഉണ്ട്. ചമ്പക്കുളം ചങ്ങനാശ്ശേരിയും പോകുന്നുണ്ട്. അതിപ്പം പോലീസ് വരുമോ? ചിലപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പോലീസ് എസ്കോർട്ട് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അനുകൂല യൂണിയനിൽപ്പെട്ട ആളുകളാണോ? ഇല്ല, ഞങ്ങളെ യൂണിയനിലൊന്നും ഇല്ല. യൂണിയൻ ഇല്ല. ഇല്ല. പണിമുടക്കനെ അനുകൂലിക്കുന്നുണ്ടോ? അനുകൂലിക്കുന്നു ഉണ്ടോന്ന് ചോദിച്ചാൽ അവർക്ക് സ്വാഭാവികമായിട്ട് തന്നെ ഒരു ഒരിടത്ത് ജോലി ചെയ്യുന്ന ആളുകളാകുമ്പോൾ അവർക്ക് പരസ്യമായ ചില നിലപാടുകളൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എന്തായാലും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും എല്ലാം ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമരമാണ് ഇന്ന് ദേശീയ പണിമുടക്ക് എന്ന് പറയുമ്പോഴും തൊഴിലാളി നയങ്ങൾക്കെതിരെ, കേന്ദ്രത്തിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെ നടത്തുന്ന ഈ ദേശീയ പണിമുടക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ചിലർ ജോലിക്കായി ആദ്യമായി പോകുമ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് മുടക്കമില്ലാതെ പോകണമെന്നുള്ളപ്പോൾ ഒരു ദിവസത്തെ കൂലിക്കായി ഇവരൊക്കെ യാത്ര ചെയ്യുകയാണ്. അതിന് ബുദ്ധിമുട്ടുണ്ടായാൽ അത് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. അത്തരത്തിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്.